നമസ്കാരം. ആലപ്പി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കനത്ത മഴ തുടരുന്നു. ആലപ്പുഴ നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. ജില്ലയിൽ ലക്ഷങ്ങളുടെ നഷ്ടം. സ്വർണ്ണവിലയിൽ വർധനവ്. പവന് 360 രൂപ കൂടി 20,680 രൂപയായി. സ്വർണ്ണവില ഗ്രാമിന് 2,585 രൂപയായി. റോഡിലെ കുഴി ഭീഷണിയാവുന്നു. ആലപ്പുഴ ചാത്തനാട് ത്രിവേണി റോഡിലൂടെയുള്ള യാത്ര ദുസ്സഹം. ആലപ്പുഴ വിസിറ്റേഷൻ സഭാ സ്ഥാപകൻ ഫാദർ സെബാസ്റ്റ്യൻ LC പ്രസന്റേഷന്റെ ദൈവദാസ പ്രഖ്യാപനവും ചരമവാർഷികാചരണവും ഈ മാസം 12-ന് നടക്കും. ഞാൻ ശ്യാംകുമാർ. വാർത്തകൾ വിശദമായി. കാലവർഷം ശക്തമായി തുടർന്നു. കനത്ത മഴയിൽ ജില്ലയിലെ പല ഭാഗങ്ങളും വെള്ളത്തിനടിയിലായി. ബുധനാഴ്ച മഴയുടെ ശക്തി അല്പം കുറഞ്ഞിരുന്നെങ്കിലും വീണ്ടും മഴ ശക്തി പ്രാപിച്ചു. താഴ്ന്ന പ്രദേശങ്ങളും നഗരത്തിലെ പ്രധാന റോഡുകളും കനത്ത മഴയിൽ വെള്ളത്തിനടിയിലായി. തുടർച്ചയായി പെയ്യുന്ന മഴയിൽ വേമ്പനാട് കായലടക്കമുള്ള ജലാശയങ്ങളിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ആലപ്പുഴ, കാട്ടൂർ, ചെത്തി അടക്കമുള്ള തീരദേശങ്ങളിൽ രൂക്ഷമായ കടൽക്ഷോഭവും തുടരുകയാണ്. കനത്ത മഴയിൽ കാർഷിക മേഖലയടക്കം ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. സ്വർണ്ണവില വീണ്ടും കൂടി. പവന് 360 രൂപയാണ് വർദ്ധിച്ചത്. ഇതോടെ സ്വർണ്ണവില 20,680 രൂപയായി. ഗ്രാമിന് 45 രൂപ വർദ്ധിച്ച് 2,585 രൂപയായി. കഴിഞ്ഞ ഏതാനും മാസങ്ങളായ സ്വർണ്ണവിലയിൽ ഇടിവ് തുടരുകയായിരുന്നു. വരും ദിവസങ്ങളിൽ സ്വർണ്ണവിലയിൽ വർധനവുണ്ടാകുമെന്നാണ് വിപണി നൽകുന്ന സൂചന. ഒരു പതിറ്റാണ്ടിന് ശേഷം തിരുവല്ല നഗരസഭയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ. ചെയർപേഴ്സൺ, വൈസ് ചെയർമാൻ തിരഞ്ഞെടുപ്പിൽ BJPയും സ്വതന്ത്ര അംഗവും പിന്തുണച്ചോടെയാണ് LDF വിജയിച്ചത്. ഡെൽസി സാം ചെയർപേഴ്സണായും സതീഷ് ബാബു വൈസ് ചെയർമാനായും തിരഞ്ഞെടുക്കപ്പെട്ടു. 39 അംഗ നഗരസഭാ കൌൺസിൽ 19-നെതിരെ 20 വോട്ടുകൾക്കാണ് LDF സ്ഥാനാർത്ഥികൾ വിജയിച്ചത്. രാവിലെ നടന്ന തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി കോൺഗ്രസിലെ ബിന്ദു ജയകുമാർ 19 വോട്ടും LDFിലെ കേരള കോൺഗ്രസ് PC തോമസ് വിഭാഗത്തിലെ ഡെൽസി സാം 20 വോട്ടും നേടി. UDFിനൊപ്പം നിന്നിരുന്ന സ്വതന്ത്ര അംഗം സതീഷ് ബാബുവും മറ്റൊരു സ്വതന്ത്ര അംഗം അഡ്വക്കേറ്റ് പ്രദീപ് മാമനും BJPയുടെ 5 കൌൺസിലർമാരും ഡെൽസി സാമിന് വോട്ട് ചെയ്തോടെയാണ് LDF ചെയർപേഴ്സൺ സ്ഥാനാർത്ഥി വിജയിച്ചത്. ഉച്ചയ്ക്ക് ശേഷം നടന്ന വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി സതീഷ് ബാബുവും UDF സ്ഥാനാർത്ഥിയായി കേരള കോൺഗ്രസ് MLA ജോസ് പഴയോടവും മത്സരിച്ചു. 19-നെതിരെ 20 വോട്ടുകൾക്ക് സതീഷ് ബാബു വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. തിരുവല്ല നഗരസഭയിൽ ഭരണമാറ്റത്തിനും സ്ഥിരതയ്ക്കും വേണ്ടിയാണ് താൻ LDFിനെ പിന്തുണച്ചതെന്ന് സ്വതന്ത്ര അംഗം അഡ്വക്കേറ്റ് പ്രദീപ് മാമൻ പറഞ്ഞു. ആറന്മുള വിമാനത്താവളത്തെ അനുകൂലിക്കുന്ന UDF ഭരണകൂടങ്ങളെ പുറത്താക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് BJP കൌൺസിലർമാർ കേരള കോൺഗ്രസ് PC തോമസ് വിഭാഗത്തിലെ ഡെൽസി സാമിനെ വിജയിപ്പിച്ചതെന്ന് BJP പാർലമെന്ററി പാർട്ടി നേതാവ് മനോഹരൻ പറഞ്ഞു. നിലവിൽ നഗരസഭാ കൌൺസിൽ UDFിന് 20 അംഗങ്ങളുടെ പിന്തുണയാണ് ഉണ്ടായിരുന്നത്. സതീഷ് ബാബു LDF വശത്തേക്ക് മാറിയതോടെ UDF അംഗബലം 19 കുറഞ്ഞു. LDFിന് 13ഉം BJPക്ക് 5 സീറ്റുകളാണ് നഗരസഭയിൽ. ചെയർപേഴ്സൺ, വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ തിരുവല്ല RDO A ഗോപകുമാർ ആയിരുന്നു വരണാധികാരി. ന്യൂസ് ബ്യൂറോ, തിരുവല്ല. കിൻഡർ വിമൻസ് ഹോസ്പിറ്റൽ ആൻഡ് ഫെർട്ടിലിറ്റി സെന്റർ, ചേർത്തല. സിംഗപ്പൂർ ആസ്ഥാനമായ കേരളത്തിലെ ആദ്യത്തെ ഇന്റർനാഷണൽ ഹോസ്പിറ്റൽ. സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും മികച്ച ചികിത്സാ സൌകര്യങ്ങൾ. ഒബ്സ്റ്റട്രിക് ആൻഡ് ഗൈനക്കോളജി, വന്ധ്യതാ ചികിത്സ, നവജാത ശിശു തീവ്രപരിചരണം, കോസ്മെറ്റിക് സർജറി. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഓപ്പറേഷൻ തിയേറ്ററുകളും ലേബർ റൂമുകളും ICUകളും. സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കുമുള്ള എക്സിക്യൂട്ടീവ് ഹെൽത്ത് ചെക്കപ്പ് പാക്കേജുകൾ. സാധാരണക്കാരനും താങ്ങാവുന്ന സൌകര്യപ്രദമായ ഡെലിവറി പാക്കേജുകൾ. വിജയകരമായ IVF പ്രൊസീജിയറുകളും ഗൈനിക് സർജറികളും ചുരുങ്ങിയ കാലയളവിൽ. ഇനി താരാട്ടുപാട്ടിന്റെ മൃദുസ്പർശവുമായി വാത്സല്യത്തിന്റെ സുഖനിമിഷങ്ങൾ നൽകി കിൻഡർ വിമൻസ് ഹോസ്പിറ്റൽ ആൻഡ് ഫെർട്ടിലിറ്റി സെന്റർ ഇപ്പോൾ ചേർത്തലയിലും. വാർത്തകൾ തുടരുന്നു. ആലപ്പുഴ വിസിറ്റേഷൻ സഭാ സ്ഥാപകൻ സെബാസ്റ്റ്യൻ LC പ്രസന്റേഷന്റെ ദൈവദാസ പ്രഖ്യാപനവും 77ാമത് ചരമവാർഷികാചരണവും ഈ മാസം 12-ന് നടക്കുമെന്ന് വിസിറ്റേഷൻ സഭാ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തീരദേശത്തിന്റെ അപ്പോസ്തലൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഫാദർ സെബാസ്റ്റ്യൻ LC പ്രസന്റേഷൻ ദൈവദാസ പ്രഖ്യാപനവും ചരമവാർഷികാചരണവും 12-ന് അർത്തുക്കൽ സെന്റ് ആൻഡ്രൂസ് ബസലിക്ക ദേവാലയത്തിൽ നടക്കും. ആലപ്പുഴ രൂപതാ മെത്രാൻ ഡോക്ടർ സ്റ്റീഫൻ അത്തിപ്പുഴയിൽ പിതാവ് ദൈവദാസ പ്രഖ്യാപനം നടത്തും. അനുസ്മരണ സമൂഹ ദിവ്യബലിയിൽ കൊച്ചി രൂപതാ മെത്രാൻ ഡോക്ടർ ജോസഫ് കരിയിൽ പിതാവ് അനുഗ്രഹ പ്രഭാഷണം നടത്തും. രൂപതയിലെയും സമീപ രൂപതയിലെയും വൈദികർ സഹകാർമ്മികരായിരിക്കും. തുടർന്ന് സ്മൃതി മണ്ഡപത്തിൽ പ്രാർത്ഥനയും സ്നേഹവിരുന്നും നടക്കും. സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങൾക്കും തീരദേശത്തിന്റെ ഉന്നമനത്തിനു വേണ്ടി പ്രയത്നിച്ച മഹത് വ്യക്തിത്വമായിരുന്നു ഫാദർ സെബാസ്റ്റ്യൻ LC പ്രസന്റേഷൻ എന്ന് വിസിറ്റേഷൻ സഭാ ഭാരവാഹികൾ പറഞ്ഞു.
റോഡിലെ കുഴി അപകട ഭീഷണിയാവുന്നു. ആലപ്പുഴ ചാത്തനാട് റോഡിലെ ത്രിവേണി ജംഗ്ഷനിലെ വലിയ കുഴിയാണ് അപകട ഭീഷണിയാവുന്നത്. കുടിവെള്ള പദ്ധതിക്കായി എടുത്ത കുഴിയാണ് യാത്രക്കാർക്ക് ഭീഷണിയായിരിക്കുന്നത്. കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ഇടുന്നതിനായാണ് മാസങ്ങൾക്ക് മുമ്പ് റോഡ് പൊളിച്ചത്. പൈപ്പിട്ട ശേഷം റോഡ് മൂടിയെങ്കിലും 1 മാസം മുമ്പ് വീണ്ടും കുഴിക്കുകയായിരുന്നു. പൈപ്പുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനായിരുന്നു ത്രിവേണി ജംഗ്ഷനിൽ വീണ്ടും കുഴിയെടുത്തത്. കുളം പോലെ കുഴിച്ചിട്ടിരിക്കുന്ന ഇവിടെ വലിയ അപകട സാധ്യതയാണുള്ളത്. മഴക്കാലമായതോടെ കുഴിയിൽ വെള്ളം നിറഞ്ഞ് അപകട സാധ്യത കൂടി. വിദ്യാർത്ഥികളടക്കം 100 കണക്കിന് യാത്രക്കാരാണ് ഇതുവഴി സഞ്ചരിക്കുന്നത്. ഇതിനകം ഇവിടെ സ്കൂൾ വിദ്യാർത്ഥികളും യാത്രക്കാരും അപകടത്തിൽപ്പെടുകയും ചെയ്തു. മാസങ്ങൾ കഴിഞ്ഞിട്ടും കുഴി മൂടാത്തതിൽ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാണ്. അധികൃതരുടെ അലംഭാവത്തിനെതിരെ നാട്ടുകാർ ത്രിവേണി ജംഗ്ഷന് സ്വിമ്മിംഗ് പൂൾ ജംഗ്ഷൻ എന്നും പേരിട്ട് കഴിഞ്ഞു. വീണ്ടും ഒരിടവേള. Kinder Women's Hospital and Fertility Center, Cherkala. സിംഗപ്പൂർ ആസ്ഥാനമായ കേരളത്തിലെ ആദ്യത്തെ ഇന്റർനാഷണൽ ഹോസ്പിറ്റൽ. സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും മികച്ച ചികിത്സാ സൗകര്യങ്ങൾ. ഒബ്സ്റ്റട്രിക് ആൻഡ് ഗൈനക്കോളജി, വന്ധ്യതാ ചികിത്സ, നവജാത ശിശു തീവ്രപരിചരണം, കോസ്മെറ്റിക് സർജറി. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഓപ്പറേഷൻ തിയേറ്ററുകളും ലേബർ റൂമുകളും ICUകളും. സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കുമുള്ള എക്സിക്യൂട്ടീവ് ഹെൽത്ത് ചെക്കപ്പ് പാക്കേജുകൾ. സാധാരണക്കാരനും താങ്ങാവുന്ന സൗകര്യപ്രദമായ ഡെലിവറി പാക്കേജുകൾ. വിജയകരമായ IVF പ്രൊസീജിയറുകളും ഗൈനിക് സർജറികളും ചുരുങ്ങിയ കാലയളവിൽ. ഇനി താരാട്ടുപാട്ടിന്റെ മൃദുസ്പർശവുമായി വാത്സല്യത്തിന്റെ സുഖനിമിഷങ്ങൾ നൽകി കിൻഡർ വിമൻസ് ഹോസ്പിറ്റൽ ആൻഡ് ഫെർട്ടിലിറ്റി സെന്റർ ഇപ്പോൾ ചേർത്തലയിലും. വാർത്തകൾ തുടരുന്നു. ആറന്മുള വിമാനത്താവളത്തിനെതിരെ തിരുവല്ലയിൽ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ആറന്മുള വിമാനത്താവള വിരുദ്ധ കോർഡിനേഷൻ കമ്മിറ്റി തിരുവല്ല നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സംഗമം സംഘടിപ്പിച്ചത്. തിരുവല്ല YMCA ഹാളിൽ നടന്ന ജനകീയ കൺവെൻഷൻ ഡോക്ടർ ഗീവർഗീസ് മാർ കൂർലോസ് മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്തു. ആറന്മുളയിൽ വിമാനത്താവളം കൊണ്ടുവരാൻ നുണകളുടെ പ്രളയം സൃഷ്ടിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. CPM ജില്ലാ സെക്രട്ടറി K അനന്തഗോപൻ അധ്യക്ഷനായിരുന്നു. അഡ്വക്കേറ്റ് K ഹരിദാസ്, അഡ്വക്കേറ്റ് R സനൽകുമാർ, P പ്രസാദ്, M തോമസ് മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കനത്ത മഴ തുടരുന്നു. ആലപ്പുഴ നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. ജില്ലയിൽ ലക്ഷങ്ങളുടെ നഷ്ടം. സ്വർണ്ണവിലയിൽ വർധനവ്. പവന് 360 രൂപ കൂടി 20,680 രൂപയായി. സ്വർണ്ണവില ഗ്രാമിന് 2,585 രൂപയായി. റോഡിലെ കുഴി ഭീഷണിയാവുന്നു. ആലപ്പുഴ ചാത്തനാട് ത്രിവേണി റോഡിലൂടെയുള്ള യാത്ര ദുസ്സഹം. ആലപ്പുഴ വിസിറ്റേഷൻ സഭാ സ്ഥാപകൻ ഫാദർ സെബാസ്റ്റ്യൻ LC പ്രസന്റേഷന്റെ ദൈവദാസ പ്രഖ്യാപനവും ചരമവാർഷികാചരണവും ഈ മാസം 12 നടക്കും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.